നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന ദിനം 1201 മേടമാസം 28-ാം തീയതി, അതായത് 2026 മെയ് മാസം 11-ാം തീയതി സോമവാരം, തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:07 അസ്തമയം വൈകിട്ട് 6:35 ഇന്നത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം. തിങ്കളാഴ്ച രാഹുകാലം കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു. ആ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കർത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു. ചന്ദ്രൻ ഇവിടെ ദുർബലമായി അമാവാസിയോട് അടുത്ത് വരികയാണ്. തിഥി ദുർബലമാണെങ്കിൽ അത് സാമ്പത്തികമായ ക്ലേശങ്ങളെ ഉണ്ടാക്കും. പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനമാണ് തിഥിയാണ് പഞ്ചാംഗം ആരംഭിക്കുന്നത്. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഃ. തിഥി ശ്രവിക്കുന്നതുകൊണ്ട് അത് സാമ്പത്തികമായ ഉയർച്ചയെ കാണിക്കുന്നു. ഇന്നത്തെ തിഥി വളരെ ദുർബലമാണ്. നവമി തിഥിയാണ്, 9ാമത്തെ തിഥിയാണ്. അങ്ങനെ ദുർബലമായ 3 തിഥികളുണ്ട്. ഒന്ന് ചതുർത്ഥി 4ാമത്തേത്, മറ്റൊന്ന് നവമി 9, മറ്റൊന്ന് ചതുർദശി 14ാമത്തേത്. അതിനാൽ ഇത് വെളുത്തപക്ഷത്തിലായാലും കറുത്തപക്ഷത്തിലായാലും തിഥി ദുർബലമായാൽ, പ്രത്യേകിച്ച് ഈ 3 തിഥികളും സാമ്പത്തിക വിഷയങ്ങൾക്ക് അനുകൂലമല്ല. ഇന്നത്തെ നക്ഷത്രം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിന് സംസ്കൃത ഭാഷയിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ ശതഭിഷക് എന്നാണ് പറയുക. ഇത് അസംബ്ലിംഗ് ഓഫ് 100 സ്റ്റാർസ്, 100 നക്ഷത്രങ്ങളെ കൂട്ടമാകുന്നു ശതഭിഷക് അഥവാ ചതയം നക്ഷത്രം. അതിനാൽ ഇന്നത്തെ ദിനം നാഗപ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന സർപ്പസംബന്ധമായ പ്രീതി ചെയ്ത് നാഗങ്ങളുടെ അനുഗ്രഹം വാങ്ങും. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, അതുമല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ഒക്കെ ഇന്നത്തെ ദിനം ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. സർപ്പസംബന്ധമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പ്രാർത്ഥനയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം കാലത്ത് 9:15 മുതൽ 10 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് ആ സമയം കണ്ടെത്താം. അപ്രകാരം തന്നെ 12:45 മുതൽ 2 മണി വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്, സാമ്പത്തിക കാര്യം ഒഴിച്ച്. ഇന്ന് നവമി തിഥി വൈകിട്ട് 3:15 കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ദശമി തിഥിയായി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.